ആ സാധുക്കളെ ഉപദ്രവിക്കുന്നത് എന്തെന്നല്ല, എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? രാത്രി നമ്മൾ അനാഥരല്ല, നമ്മൾ അനാഥരല്ല, നമ്മൾ ആലംബഹീനരല്ല, നമ്മൾ ആശരണരല്ല, നമ്മൾ ഉത്തരവാദിയില്ലാത്തവനല്ല, നമ്മൾ ഉടമസ്ഥനില്ലാത്തവനല്ല. നമ്മൾക്കൊരുടമസ്ഥനുണ്ട്. എന്റെ ദാസന്മാരെ തൊട്ടാൽ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിക്ക് നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താ പറഞ്ഞേ? പുള്ളി ചാടി എഴുന്നേറ്റപ്പോ ആൾക്ക് മനസ്സിലായി കണ്ണിന്റെ ഫിലമെന്റ് അടിച്ചു പോയി, കാഴ്ച പോയി. പക്ഷേ ആ അടിച്ച പ്രകാശത്തിൽ കണ്ണിന്റെ കാഴ്ച പോയതല്ല പുള്ളിക്ക് വിഷയം കേട്ടോ, മുഴങ്ങിയ ശബ്ദമാ വിഷയം. ഇന്ന് രാത്രി ജഡത്തിന്റെ ക്ലേശം, സമയത്തിന്റെ പരിമിതി കാര്യമാക്കാതെ മുഴങ്ങുന്ന ദൈവവചനത്തിന് കാത് കൊടുത്താൽ, ഹൃദയം കൊടുത്താൽ, നിന്റെ ചരിത്രത്തെ മാറ്റാൻ, നിന്റെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റാൻ ആ ദൈവ ശബ്ദത്തിന് കരുത്തുണ്ട്. ചാടി എഴുന്നേറ്റ് ചോദിക്കാം, നീ ആരാകുന്നു? പറഞ്ഞ ആ ശബ്ദം തിരിച്ചു പറയുക, ഞാൻ നീ ഉപദ്രവിക്കുന്ന യേശു. അപ്പൊ യേശുവിനെ കണ്ടോ? എവിടെ വെച്ചാ കണ്ടത്? ദമസ്കോസിന്റെ പടിക്കൽ വെച്ച്. എങ്ങനെയാ കണ്ടത്? കോടി സൂര്യപ്രഭയെ വെല്ലുന്ന ഒരു പ്രകാശ കിരണമായി. ആരാ ദൈവം? അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനല്ലേ? പൗലോസ് ഇവിടെ എഴുതുകയാ. അവിടെ എങ്ങനാ ലോകത്തിലേക്ക് വന്നത്? ദൈവരൂപത്തിലിരിക്കെ എന്തെല്ലാ ചെയ്തത്? ഒന്ന്, ദൈവത്തോടുള്ള സമത്വം വിട്ടു. രണ്ട്, ദാസരൂപം എടുത്തു. മൂന്ന്, മനുഷ്യ സാദൃശ്യത്തിലായി. നാല്, തന്നെത്താൻ ഒഴിച്ച്. അഞ്ച്, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ആറ്, തന്നെത്താൻ താഴ്ത്തി. ഏഴ്, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി ലോകത്തിലേക്ക്. പകുതിയെ പറയാൻ പറ്റൂ, ഞാൻ നിർത്തുക. അപ്പൊ ദൈവത്തെ വെളിപ്പെടുത്താൻ, പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാൻ യേശു ലോകത്തിൽ വന്നത് എങ്ങനാ? ഇങ്ങനെ.